നമസ്കാരം. വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട്ടിലാണ് ഞാൻ ഉള്ളതെന്ന് നിങ്ങൾ കരുതരുത്. അല്ല, മറിച്ച് ഞാനൊരു അകത്താണുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വാഹനം, ഒരു ക്യാരവൻ. അത് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തില്, നമ്മുടെ ഓയൂരിനടുത്ത് ആറയിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വാഹനമാണ്. ഇതിനകത്ത് ഫാമിലിക്ക് 8 പേർക്ക് വളരെ സുഭിക്ഷമായി യാത്ര ചെയ്യാൻ പറ്റും. അത് 8 പേര് ഫാമിലിയോ അല്ലാത്തതോ ആയ ആളുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ 8 പേർക്ക് പോകാൻ പറ്റും. സെൻട്രലൈസ്ഡ് AC ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം, അതാണ്. അതുപോലെ തന്നെ ഒരു ബെഡ്റൂം, അത് ഏകദേശം 6 പേർക്കോളം കിടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബെഡ്റൂം. അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കിച്ചൺ, അതുപോലെ തന്നെ ആഹാരങ്ങളൊക്കെ ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന സംവിധാനം, അതുപോലെ നമ്മുടെ ബാത്റൂം, ഷവർ ഉൾപ്പെടെയുള്ള കുളിർമുറി ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഈ ഒരൊറ്റ മെർസിഡീസ് ബെൻസിന്റെ ഈ വാഹനത്തിനകത്തുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇന്നിപ്പോ ഈ വാഹനത്തിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയത്. ഇതുവഴി സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ ഈ വാഹനം കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ വാഹനത്തിനുള്ളില് എന്താണ് നടക്കുന്നതെന്ന് പക്ഷെ പലർക്കും അറിയില്ല. ഇതൊരു വാഹനം ഇങ്ങനെ ഒതുക്കിയിട്ടെങ്കിൽ നമുക്ക് തോന്നും. പക്ഷെ സംഭവം നമ്മൾ വളരെ അടിപൊളിയായിട്ട്, വളരെ മനോഹരമായിട്ട് എത്ര ദൂരെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ, അതായത് നിർത്താതെ തന്നെ 500 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഭാരത് ബെൻസിന്റെ ഒരു വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വീട്ടിനകത്ത് നമ്മൾ ഇരിക്കുന്നത് പോലെയുള്ള സകലവിധ സൗകര്യങ്ങളും ഈ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതാണ് ഈ വാഹനം. മനോഹരമായിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു കൊട്ടാരത്തിൽ നമ്മൾ ഇരിക്കുന്നത് പോലുള്ള ഒരു പ്രതീതിയാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. എന്തായാലും ഇതിന്റെ ബാക്ക് വശം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഇത് മനസ്സിലാവുകയുള്ളൂ. ഇതാണ് ഇതിന്റെ ഇന്റീരിയൽ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയൽ വർക്ക് നമ്മളിപ്പോ ഈ കാണുന്ന ഇന്റീരിയൽ വർക്കുകളാണ്. 4 സീറ്റുകളാണ് ഇതിനകത്തുള്ളത്. അതും അഡ്ജസ്റ്റബിൾ സീറ്റാണ്. എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ തിരിക്കുകയോ മറിക്കുകയോ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. അതുപോലെ ഒരു ചെറിയ കിച്ചൺ ഉണ്ട്. ആ കിച്ചണിൽ നമുക്ക് ചെറിയ തരത്തിലുള്ള ഒരു ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഓവല് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ആ ബെഡ്റൂം. ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു സ്പ്ലിറ്റ് AC ഉൾപ്പെടെ ഒരു 8 പേർക്കോ 6 പേർക്കോ, അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 6-7 പേർക്ക് കിടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബെഡ്റൂമാണിത്. അതുപോലെ മറ്റൊന്ന്, ഏകദേശം താഴെയും മുകളിലുമായിട്ട് 2 ബെഡുകളാണുള്ളത്. പിന്നെ അതുപോലെ ഒരു ബാത്റൂമിനകത്ത് തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൊച്ചു ബാത്റൂമാണ്. അതിലെ ഷവർ ഉൾപ്പെടെയുള്ള കുളിക്കാനും അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. ഇത്രയും നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു വാഹനം നമ്മുടെ ഈ കൊച്ചു ഗ്രാമപ്രദേശത്തുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ പുറം കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. അപ്പൊ ഇതാണ് വാഹനം. പുതിയ വാഹനമാണ്, പുത്തൻ വാഹനം. ഭാരത് ബെൻസിന്റെ മെർസിഡീസ് JCBL എന്ന് പറയുന്ന ആ വാഹനമാണിത്. ഇത് നമ്മുടെ സ്വന്തം ആറയിൽ എന്ന് പറയുന്ന നമ്മുടെ ഓയൂരിന് അടുത്തുള്ള പകൽക്കുറിക്കടുത്തുള്ള, അതായത് നമ്മൾ പള്ളിക്കൽ നിന്ന് വരുമ്പോൾ ഓയൂരിലേക്ക് പോകുന്ന റോഡിൽ ആറയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വാഹനം ഉള്ളത്. ഈ വാഹനത്തിൽ പാരഡൈസ് എന്നാണ് ഈ വാഹനത്തിലുള്ളത്. അതുപോലെ തന്നെ പാരഡൈസ് തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ. വീട്ടിന്റെ വരാന്ത പോലെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കിയിട്ടിട്ട് ഇറക്കിയിട്ടിട്ട് നമുക്ക് ടേബിളും കസേരകളും ഒക്കെ സെറ്റ് ചെയ്ത് ഇതിൽ ഇരിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കൊണ്ട് ഒതുക്കി അത്യാവശ്യം ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ പുറത്തിറങ്ങി കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനങ്ങളുണ്ട്. നമുക്ക് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായ റൂമോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്തായാലും ഇങ്ങനൊരു വാഹനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.